ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം വയനാടാണ്. വയനാട് എന്ന് പറഞ്ഞാൽ സുൽത്താൻ ബത്തേരി വയനാട്. നമ്മളൊരു ഫേവറേറ്റ് സ്ഥലങ്ങളിൽ പെട്ട ഒന്നാണ് സുൽത്താൻ ബത്തേരി വയനാട്. ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇടയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു ഔട്ടിങ്ങിന് വേണ്ടിക്കായിരുന്നു സ്ഥിരം ഞായറാഴ്ചകളിലൊക്കെ നമ്മൾ കയറി പോകുന്നത് ഈ സുൽത്താൻ ബത്തേരി വയനാട്, അതേമാതിരി നമ്മളെ വഴിക്കടവ് ചുരമൊക്കെയാണ്. അതേപോലെ ഇന്ന് ഞങ്ങൾ പോകാൻ വിചാരിക്കുന്നത് ഈ കരിന്തണ്ടൻ സ്മാരകം ഒന്ന് കാണാനായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ലീവിനെത്തിയപ്പോൾ എൻ്റെ ഫ്രണ്ടുമായ അനൂപിനേറ്റൊപ്പൊക്കെയാണ് നമ്മൾ ഇത് പോയിക്കൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ വയനാട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ വയനാടിൻ്റെ ഒരു വെൽക്കം ബോർഡൊക്കെ കാണാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എൻട്രി ചെയ്യുന്നതോട് കൂടി തന്നെയാണ് ഈ കരിന്തണ്ടൻ സ്മാരകം, അഥവാ ഇതിനെ ചെങ്ങലക്കിട്ട മരം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 1750-നും 1800-നും കാലഘട്ടത്തിൽ ചിപ്പിലിത്തോട് കാടുകളിൽ ജീവിച്ചിരുന്ന പണിയമൂപ്പനാണ് കരിന്തണ്ടൻ. അപ്പോൾ ഈ താമരശ്ശേരി ചുരത്തിൻ്റെ ഉപജ്ഞാതാവ് കൂടിയാണ് ഈ കരിന്തണ്ടനെ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റോറി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കരിന്തണ്ടനെ ഈ സ്ഥലം കാട്ടിക്കൊടുത്തതിന് ശേഷം ബ്രിട്ടീഷുകാർ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇതിൽ സ്ഥിരമായിട്ട് വരുന്ന വാഹനങ്ങളൊക്കെ അപകടത്തിൽപ്പെടുകയും ഒക്കെ ഉണ്ടായ ഈ പണിയമൂപ്പൻ്റെ ആത്മാവിനെ ഇവർ ചങ്ങലക്കിട്ട് ബന്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കരിന്തണ്ടൻ സ്മാരകം കാണാം, ഈ ചെങ്ങലക്കിട്ട മരത്തിനും കാണാം. അതുമാതിരി ഇതിൻ്റെ മടക്കം കഴിഞ്ഞ് ഞങ്ങൾ പോകുമ്പോൾ നല്ല ബഷീർ ഖാൻ്റെ കടയിൽ കയറി നല്ല പൂളയും അതിൽ ബീഫും ഒക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് വരുന്നത്. അപ്പോൾ ഈ ബഷീർ ഖാൻ്റെ ഈ പൂളയും ഈ നല്ല ബീഫൊക്കെ കിട്ടുന്ന സ്ഥലത്തിനെ കുറിച്ചുള്ളൊരു വീഡിയോ നമ്മൾ പിന്നെ ഇടുന്നതാണ്. ഏതായാലും തിരിച്ച് ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾ വേറെ ഒരു റൂട്ട് പിടിച്ചാണ് വന്നത്. അതിലൂടെ പോകുമ്പോൾ നല്ല കാഴ്ചകളൊക്കെ കാണാം. ഒരു മഴയൊക്കെ പെയ്തിട്ട് കഴിഞ്ഞിരിക്കുന്ന സീസണാണെങ്കിൽ നല്ല രസം. രണ്ട് സൈഡും പാടം കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.